പാലിയേക്കര ടോൾ മരവിപ്പിച്ചതിനെതിരായ അപ്പീൽ സുപ്രീംകോടതി വിധി പറയാനായി മാറ്റി. ഇന്ന് നടന്ന വാദത്തിൽ നാഷണൽ ഹൈവേ അതോറിറ്റിക്കെതിരെ രൂക്ഷ വിമർശനമാണ് സുപ്രീംകോടതി ഉയർത്തിയത്. മോശം റോഡുകൾക്ക് എന്തിന് ടോൾ നൽകണമെന്ന് ചീഫ് ജസ്റ്റിസ് ചോദിച്ചു. കഴിഞ്ഞ ദിവസമുണ്ടായ ഗതാഗതക്കുരുക്ക് പരാമർശിച്ച കോടതി റോഡിന്റെ അവസ്ഥ പരിതാപകരമാണെന്ന് പറഞ്ഞു. 1 മണിക്കൂർ എടുക്കേണ്ട ദൂരത്തിന് 11 മണിക്കൂറിലേറെ എടുക്കുന്നുവെന്ന് ചീഫ് ജസ്റ്റിസ് ചൂണ്ടിക്കാട്ടി. റോഡിലിറങ്ങുന്ന കേരളത്തിലെ ജനങ്ങളുടെ അവസ്ഥ നിങ്ങൾ അറിയണമായിരുന്നുവെന്നും ചീഫ് ജസ്റ്റിസ് പറഞ്ഞു. മഴ മൂലമാണ് അറ്റകുറ്റപ്പണി വൈകുന്നതെന്ന കേന്ദ്രത്തിന്റെ വാദത്തിന് എങ്കിൽ മഴ കഴിഞ്ഞിട്ട് പോരെ ടോൾ പിരിവ് എന്നായിരുന്നു കോടതിയുടെ ചോദ്യം. ഇത്തരം റോഡുകളിലൂടെ എങ്ങനെ യാത്ര ചെയ്യുമെന്ന കാര്യത്തിൽ ദേശീയപാത അതോറിറ്റി മെച്ചപ്പെട്ട പദ്ധതി തയ്യാറാക്കണമായിരുന്നുവെന്നും കോടതി വ്യക്തമാക്കി. സജു തോമസ് ചേർന്നു. സജു, എന്തൊക്കെയാണ് കോടതിയിൽ സംഭവിച്ചത്? എന്താണ് ചീഫ് ജസ്റ്റിസിന്റെ പരാമർശങ്ങൾ? ധന്യ, ഇന്നും സമാനമായി തന്നെ കഴിഞ്ഞ ദിവസം ഉണ്ടായതിന് സമാനമായി തന്നെ സുപ്രീം കോടതിയിൽ നിന്നും നാഷണൽ ഹൈവേക്ക് വലിയ രീതിയിലുള്ള വിമർശനമാണ് ഏൽക്കേണ്ടി വന്നത്. മോശം റോഡുകൾ എന്തിന് ടോൾ നൽകണമെന്ന പ്രധാനപ്പെട്ട ചോദ്യമാണെന്ന് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. കഴിഞ്ഞ ദിവസം ഉണ്ടായ ഗതാഗതക്കുരുക്ക് പോലും സുപ്രീം കോടതി നിന്ന് പരാമർശിച്ചിട്ടുണ്ട്. വലിയ തോതിൽ തന്നെ ഗതാഗതക്കുരുക്കുണ്ടായി. 1 മണിക്കൂർ കൊണ്ട് എത്തേണ്ട ദൂരത്തിന് 11 മണിക്കൂറിലേറെ വാഹനങ്ങൾ അവിടെ തടഞ്ഞിട്ടിരുന്നു, അല്ലെങ്കിൽ വാഹനക്കുരുക്കുണ്ടായി എന്നുള്ള കാര്യമൊക്കെ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുള്ള പരാമർശമായി ഉണ്ടായിട്ടുണ്ട്. എന്നാലും റോഡിലിറങ്ങുന്ന ജനങ്ങളുടെ അവസ്ഥ അത് നിങ്ങൾ അറിയണമായിരുന്നു എന്നുള്ള പ്രധാനപ്പെട്ട ഒരു ചോദ്യം ചീഫ് ജസ്റ്റിസ് എന്ന് പറഞ്ഞിരുന്നു. മഴ മൂലമാണ് ഈ റോഡുകളുടെ അറ്റകുറ്റപ്പണി വൈകുന്നതെന്നും അങ്ങനെയെങ്കിൽ മഴ മാറിയിട്ട് പോയ ഈ റോഡിന്റെ അറ്റകുറ്റപ്പണിയെന്നും അതോടൊപ്പം തന്നെ ടോൾ പിരിക്കുന്നത് എന്തിനാണ്, മഴ മാറിയിട്ട് പോലെ ടോൾ പിരിക്കേണ്ടത് എന്നൊരു ചോദ്യവും ചീഫ് ജസ്റ്റിസിന്റെ ഭാഗത്തു നിന്നും ഇന്ന് ഉണ്ടായിരുന്നു. ഇത്തരം റോഡുകളിലൂടെ യാത്രക്കാർ യാത്ര ചെയ്യുന്നതിനെ പറ്റി നിങ്ങൾ ആലോചിക്കണമായിരുന്നു എന്നുള്ള പ്രധാനപ്പെട്ട ചില വിമർശനങ്ങളും സുപ്രീം കോടതിയുടെ ഭാഗത്തുണ്ടായി. എന്തായാലും ഇപ്പോൾ വിധി പറയാനായിട്ട് മാറ്റിയിരിക്കുകയാണ്. ദേശീയപാത അതോറിറ്റിയുമായി ബന്ധപ്പെട്ട് നാഷണൽ ഹൈവേക്ക് കഴിഞ്ഞ ദിവസത്തിന് സമാനമായി തന്നെ സുപ്രീം കോടതിയിൽ ഇന്നും വലിയ വിമർശനമാണ് ഏൽക്കേണ്ടി വന്നത്. ധന്യ. ശരി സജു.